ഹലോ, ഇന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ട് തുടങ്ങാം കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് ദോശയും ഗ്രീൻ പീസ് കറിയും ഒരു ഗ്ലാസ് കട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളുടെ സ്കൂളിൽ പോക്കും ചേട്ടൻ കടയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ കോഴികൾക്ക് തീറ്റ കൊടുക്കേണ്ട സമയമായിട്ടാ. അതിനിടയ്ക്ക് ആമിക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് അമ്മാമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കോഴികൾക്കുള്ള തീറ്റയിൽ പച്ചക്കറി വേസ്റ്റൊക്കെ അരിഞ്ഞ് ചേർത്തു കേട്ടോ. പച്ചക്കറി കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കോഴികൾക്ക് നമുക്കിങ്ങനെ പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അത് ചേട്ടൻ എടുത്തിട്ട് വരണതാണ്. അപ്പോൾ അതൊക്കെ ഏറ്റിപ്പിടിച്ചതേ നമ്മൾ ടെറസിൽ എത്തിയിട്ടുണ്ട്. ടെറസിൽ കോഴികളെ വളർത്തുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് താഴെ കോഴികളെ വളർത്താൻ പറ്റില്ല. നായ്ക്കളൊക്കെ പിടിച്ചിട്ട് പോട്ടാ. 10-30 കോഴികളെ നമ്മുടെ പിടിച്ചിട്ട് പോയാൽ മതി. പിന്നെ നമ്മൾ ടെറസിൽ മാത്രമാണ് കോഴികളെ വളർത്തുന്നത്. ഈ പ്രാവശ്യം വിരിഞ്ഞിറങ്ങിയതിൽ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ സന്തോഷമായി എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൂട്, ടെറസിലെ കോഴിക്കൂട്. ഇവർക്ക് തീറ്റയും ഇവരുടെ തീറ്റപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യലും എല്ലാം കഴിഞ്ഞ് പിന്നെ ടെറസിൽ കുറച്ച് പച്ചക്കറികളും ചെടികളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതിനൊക്കെ വെള്ളമൊഴിച്ച് കൊടുത്തത് പറമ്പിലേക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ടാ. നമ്മളുടെ ഗോൾഡൻ പപ്പായയുടെ തൈക്കളാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല പോലെ മണ്ണൊക്കെ കൂട്ടി ഇട്ട് കൊടുത്തായിരുന്നതാണ്. എങ്കിലും എന്തോ അതിന് വേരിന് ഇങ്ങനെ ഒരു ചീഞ്ഞ് അത് നശിച്ചു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വീണ് കിടക്കുക. ഭയങ്കര സങ്കടമായിട്ടാണ്. അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ലേ, കോഴികൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അതിൻ്റെ ഇല കഴിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വേറൊരു പപ്പായ നന്നായിട്ട് വരുന്നുണ്ട്. ഇതും അതുപോലെ നന്നായി വന്നതാണ് കേട്ടോ. വലിയ വിഷമാട്ടോ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്ന് വെച്ചുണ്ടാക്കി അതിങ്ങനെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ പോണത് കാണുമ്പോൾ നല്ല വിഷമായിട്ടാണ്. പിന്നെ അടുത്തതിന് ദേ മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ കോഴികളില്ലെങ്കിലും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കോഴികൾ വന്നിട്ട് നല്ല പോലെ മണ്ണ് മാന്തി കളയണമുണ്ട് കേട്ടോ. അവർ മണ്ണ് മാന്തി കളയും. പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഞാൻ കൂട്ടിക്കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മണ്ണിങ്ങനെ ചോട്ടിലേക്ക് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പപ്പായ മരത്തിനൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മണ്ണിടലൊക്കെ കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ പറമ്പിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെ പോയാലും ഒരു 5-10 കാര്യങ്ങളെങ്കിലും ചെയ്യാനുണ്ടാവും കേട്ടോ. ഓരോന്നിൻ്റെ കടയ്ക്ക് ഇങ്ങനെ മണ്ണ് കൂട്ടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് അധികം നേരം ആൺകുട്ടി എന്നെ കാണാണ്ടിരിക്കില്ല കേട്ടോ. ആ അടുക്കളയുടെ സൈഡിലേക്ക് വരും, ഗ്രില്ലിൻ്റെ അവിടേക്ക് മമ്മിയേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും ഞാൻ വേഗം അതൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ജാതിക്ക ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കണ കണ്ടു. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ പെയ്യണ കാരണം ഈ ജാതിപത്രി നിലത്ത് വീഴുമ്പോൾ അതിൽ നിറച്ച് മണ്ണാവും. പിന്നെ അത് പെട്ടെന്ന് ചീഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് വേഗം പൊട്ടിച്ചെടുത്തു കേട്ടോ.